ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കപ്പോൾ ഇന്നൊരു പാർക്കലുണ്ട്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ആലുവ തുരുത്തിലാണ്. അപ്പം ഞങ്ങളിത് എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സിനാണ് കേട്ടോ പോണത്. കുറച്ച് നടക്കാനുണ്ട് സ്റ്റോപ്പിലോട്ട്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടാണ്. ഇവിടെ എല്ലാവരും നിൽപ്പുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണേ. ഇന്നലെ പറൂര് KSRTC സ്റ്റാൻഡിൽ വന്നിട്ട് അങ്ങനെ അവർക്ക് ബസ് കയറിയാൻ പറ്റിയില്ല. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പറവൂർ KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ആലുവയിലെത്തിയിട്ടാണ്. ഞങ്ങളിതേ ആലുവയിലെത്തി. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവർ നടന്നു പോണ്. എന്താ ഇത് ആലുവ കവലയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഞങ്ങൾ നടക്കാനുണ്ട്. നല്ല വെയില്. എനിക്കാണെങ്കിൽ എവിടെ പോണം മുച്ചി? വെള്ളം വാങ്ങിക്കാൻ കയറിയേക്കണേ. ഇനിയുണ്ട് കേട്ടോ പോവാനായിട്ട്. ഇനിയും കയറണം. ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ ബസ്സിൽ കയറി ഇറങ്ങിയേക്കണേണ്. ഇനി ഒരു ബസ്സും കൂടിയും കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഉണ്ടെന്നാണ് പറയണത്. എനിക്ക് വഴി അറിയില്ല. ഞാൻ ഇവരുടെ കൂടെ നടക്കണേണ്. യാത്ര നല്ല വെയിലും രക്ഷയില്ല. ഹലോ, ഞങ്ങളപ്പോൾ അതേ അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 3 ബസ്സാണ് ഞങ്ങൾ കയറി ഇറങ്ങിയത്. അപ്പം ഞങ്ങളിത് ഈ ഒരു പാലം കയറാൻ പോകണേ. ഇത് ഏതാ പാലം? ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇതൊരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ നല്ല ഭംഗിയല്ലേ. എന്ത് ഭംഗിയ, രസം, എന്ത് രസം. ഇതെന്ത് പുഴ? ഇതെന്തെങ്കിലും പുഴ എന്തെങ്കിലും പേരുണ്ട് ഇതിന്? അതെ, ആ ഈ പാലവിടെ ഇപ്പൊ വന്നതാണ് കേട്ടോ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചായി. ഇവിടെ കൂടുതലും വഞ്ചിയാണ് ഉപയോഗിച്ചിരുന്നത്. വഞ്ചിക്കാണ് അപ്പുറത്തോട്ട് കടന്നിരുന്നത്. ഉപയോഗിക്കുന്നുണ്ട്. അവർ നടന്നിട്ട്. അപ്പം ഞാൻ വേഗം നടക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കാനാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ പേടിയാവുന്നുണ്ട്. ഓ, എന്താ പറഞ്ഞേ? ഞാനവിടെ സ്റ്റെക്കായപ്പോൾ എനിക്ക് വിളി വന്നതാണ്. അപ്പം അതേ ഇവിടെ വാഴത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ.
ഇല്ലേ നല്ല നീണ്ട് നിവർന്ന് കിടക്കണ വാഴത്തോട്ടം. നല്ല ദൂരമുണ്ട് കേട്ടോ. നടന്ന് നടന്ന് കാല് വേദന എടുക്കണ്. ഇനി ഉണ്ടെന്നാ പറഞ്ഞ നടക്കാൻ. പക്ഷെ ഒരു ഓട്ടോക്ക് വന്നാൽ മതിയായിരുന്നു തോന്നുന്നു. വെയിൽ കൊണ്ട് ഓമ്പിച്ച് നടന്നു തന്നെ രക്ഷയില്ല. അതിനിടയിൽ പിള്ളേരാ മൂത്തുമ്മയൊക്കെ വന്നപ്പോൾ അവർ ഓട്ടോക്കാ പോയത്. അപ്പോൾ പിള്ളേരാ ആ ഓട്ടോക്ക് കയറ്റി വിട്ട്. അപ്പം ഞങ്ങൾക്ക് പതിയെ നടന്നു വരാന്നുള്ള രീതിയിൽ ഞങ്ങൾ നടക്കാണ് അല്ലേ ഫിദമോളെ? മോള് കുഞ്ഞു എങ്ങനെയുണ്ട് നടക്കാൻ? നടന്ന ആവശ്യമായി. വണ്ടി വരണുണ്ട്. ഞങ്ങൾ എത്തി എന്ന് തോന്നുന്നു. പന്തലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഗൈസ്. അതെ, ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഇതാണ് വീട്. ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് ഉണ്ടാക്കണ കിച്ചൺ. ഇവിടെ അനിയത്തിമാരും എല്ലാവരും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളിത് ഇവിടെ പുഴയുണ്ട്, ആലുവാപ്പുഴ. അത് കാണാൻ വേണ്ടിയിട്ട് നടന്നേന് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ. സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇത്രയും ഉണ്ട്. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാവണം. അവിടെ വഞ്ചിയൊക്കെ ഉണ്ട്. നമുക്ക് ആ വഞ്ചിയൊക്കെ കിടന്നതിൽ പോവാന്നൊക്കെ തോന്നുന്നുണ്ട്. എന്താ ഞാൻ തിരിച്ച് പോവേണം കേട്ടോ. ഐസാക്ക് ഫുഡ് കൊടുക്കണം. അത് ആലുവാപ്പുഴയല്ല കേട്ടോ, തെറ്റിപ്പോയതാണ്. ആലുവാപ്പുഴയുടെ ചെറിയ ഏതോ ഒരു ഭാഗം, ഏതോ ഒരു ശാഖ, ഏതോ പേര് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഐസാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വേഗം പോകുന്നു. അതേ അവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള തൈയാണ്. ഹലോ, അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.